ഹായ് ഫ്രണ്ട്സ്, ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരെയും ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് ആദ്യം പോകുന്നത് കേട്ടോ. അതിനായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ അവരെ ഫേഷ്യൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാൻ ചൂടായ ശേഷം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് പൊരിച്ചെടുക്കാൻ പോകും കേട്ടോ. എല്ലാവരുടെയും കളറൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നും ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിക്കുന്നതിന് പരമായിട്ട് കുറച്ച് പുട്ടിയും കൂടെ അടിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെ പൊള്ളിക്കാനായിട്ട് തീരുമാനിച്ചു. കുറച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി അങ്ങ് എടുത്തു കേട്ടോ. നമ്മുടെ പാനിനകത്ത് ഒന്നിനും ഒട്ടും കുറവ് വരുത്തുന്നില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ മേക്കപ്പ് ഇടേണ്ടതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി സവോളയ്ക്ക് സങ്കടമാണെന്ന് വിചാരിച്ച് കുറച്ച് മഞ്ഞപ്പൊടി വെച്ച് ഉപ്പും വെച്ച് സവോളേനെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുത്തു. സവോള കളർ മാറി വരാനേ കുറച്ച് സമയം എടുക്കും. അതിന് വേണ്ടിയിട്ട് അതിനൊന്ന് മൂടി വെച്ച് സെറ്റാക്കിയേ. ആ സമയം കൊണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ അത്തപ്പൂക്കള ഇടുന്നത് പോലെ സവോളയുടെ നടുക്കഴിക്ക് തന്നെ തക്കാളി അരിഞ്ഞതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് എന്നാലും കുറച്ച് ടേസ്റ്റ് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ച് കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കേട്ടോ. മേക്കപ്പ് ഓവറാണെന്നുള്ള അമ്മയുടെ കമന്റ് പരിഗണിച്ച് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടെല്ലാം നല്ല രീതിയിൽ സെറ്റായ ശേഷത്തേക്ക് നമ്മുടെ മീനിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് പോകുവാണ്. അതിനായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനിനെ നമ്മുടെ ഈ ഗ്രേവിക്കകത്തോട്ട് ഓരോന്നായിട്ട് പെറുക്കിയിടും. ഒരല്പനേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനെ വീണ്ടും മറിച്ചിട്ട് ഒന്ന് സെറ്റാക്കി മൂടി വെക്കും. പിന്നെ നല്ല ചൂട് ചോറുമായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്ത് വേണേലുമായിട്ട് നമുക്ക് ഇതിനെ ആസ്വദിച്ച് കഴിക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തെടുത്തായിരുന്നേ. അപ്പോൾ ഇനി വീട്ടിൽ വാഴയില ഇല്ലയെന്ന് പറഞ്ഞാൽ ആരും മീൻ പൊള്ളിക്കാതിരിക്കേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് നല്ല ഉച്ചയൂണിന് ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ ഞാൻ പോയി ചോറുണ്ണട്ടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.